ഈ പകുതി വില തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണന്റെ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഇന്നോവ ക്രിസ്റ്റയടക്കം 3 കാറുകളാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഈ തട്ടിയെടുത്ത പണം ഉപയോഗിച്ചാണ് ഈ വാഹനങ്ങൾ വാങ്ങിയതെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, അങ്ങനെ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു അല്ലേ? റോഷ്നി, ഇപ്പോൾ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന അനന്തു കൃഷ്ണന്റെ 3 വാഹനങ്ങളാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മൂവാറ്റുപുഴ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അനന്തു കൃഷ്ണന്റെ ഒരു ഇന്നോവ ക്രിസ്റ്റ അടക്കമുള്ള 3 കാറുകളാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ തന്നെ ഏതാണ്ട് 1000 കോടി രൂപയിലധികം തട്ടിപ്പ് നടത്തിയ ഇയാളുടെ 4 കോടി രൂപയിൽ താഴെയുള്ള ബാങ്ക് അക്കൗണ്ട് മാത്രമാണ് പോലീസ് മരവിപ്പിച്ചത്. എന്നാൽ മറ്റ് സ്വത്തുക്കൾ, ഈ തട്ടിയ മറ്റ് പണം ഏത് തരത്തിൽ ഇയാൾ ഒളിപ്പിച്ചു എന്നത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇയാൾ ആഡംബര ജീവിതം നയിച്ചിരുന്നു. ഇയാൾക്ക് കൂടുതൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നു, ഇയാൾക്ക് ഫ്ളാറ്റുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇടുക്കിയിലും എറണാകുളം ജില്ലയുടെ അതിർത്തി മേഖലകളിലും ഇയാൾക്ക് ഭൂമി നിക്ഷേപവും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇവയൊക്കെ തന്നെ കണ്ടെത്തി ഇത്തരത്തിൽ ഇയാളുടെ സ്വത്ത് മരവിപ്പിക്കാനും കണ്ടുകെട്ടാനുമാണ് പോലീസിന്റെ നീക്കം. എന്തായാലും അനന്തു കൃഷ്ണനെ ഇന്ന് കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ ഇന്ന് മൂവാറ്റുപുഴ കോടതി പരിഗണിക്കുന്നുണ്ട്. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ നൽകിയത്. ഇന്ന് തന്നെ ഇയാളെ കസ്റ്റഡി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം വിശദമായി തന്നെ ചോദ്യം ചെയ്യും. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇയാൾ ഉപയോഗിച്ച വാഹനങ്ങളടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ പ്രാഥമികമായി നടത്തുന്ന അന്വേഷണത്തിൽ പുറത്തുവരുന്ന വിവരങ്ങളിൽ തന്നെ ഞെട്ടിയിരിക്കുകയാണ് ഈ തട്ടിപ്പ് വിവരങ്ങളിൽ. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയണം പ്രേക്ഷകരെ.